നഗരത്തിൻ്റെ നടുക്ക് എപ്പോഴും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു വീട് നോക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സ്റ്റാർഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് വീട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല വലിയൊരു വീടാണ്. പക്ഷേ ഏരിയ നോക്കിയാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. പണിഞ്ഞിട്ടിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളുകളായി, ഒരു 3-4 മാസമായി ഈ വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കിടക്കുന്നു. ഇതാണ് മെയിൻ ഗേറ്റ് ഇവിടെയുള്ളത്. ഈ വീട് മുഴുവനായി സ്ഥിതി ചെയ്യുന്നത് 5,900 സെൻറ്റിലാണ് ഈ വീട് മുഴുവനായിട്ടും സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഗേറ്റുകൾ നമുക്ക് നോക്കാം. GI സ്ക്വയർ പൈപ്പുകൾ വെച്ചിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റുകൾ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെ കയറി വരുമ്പോഴത്തേക്ക് വലിയൊരു കാർ പോർച്ചാണ്. 2 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പോർച്ചിൽ കൊടുത്തിരിക്കുന്നത് പാവിങ് ടൈൽസ് ആണ് കയറി വരുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെയും അതിന് കണ്ടിന്യൂറ്റി ആയിട്ട് വേറൊരു രീതിയിലുള്ള ടൈലുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഒരു 3-4 കാറ് നമുക്കിവിടെ പാർക്ക് ചെയ്യാം. വേണമെങ്കിൽ ചെറിയ കാറുകളാണെങ്കിൽ 4 കാറ് വരെയും നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ ജലസ്രോതസ് മെയിനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ മാത്രമാണ് ഇവിടെയുള്ളത്. കിണർ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ലൊക്കേഷൻ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ വരാപ്പുഴയിലാണ്. വരാപ്പുഴ പാലം കയറി ഇറങ്ങി അവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാത്രമേ ഈ വീട് നിൽക്കുന്നിടത്തോട്ടുള്ളൂ. പക്ഷേങ്കിൽ വേറൊരു സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പാലത്തിന് തൊട്ടടുത്താണ്. ഈ വീടിൻ്റെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ പാലം നമുക്ക് കാണാമെന്നുള്ളത് വേറൊരു സത്യം. എക്സാക്റ്റ് പറഞ്ഞാൽ 100 മീറ്ററേ ഉള്ളൂ ദൂരത്തിൽ ഉള്ള ഡിസ്റ്റൻസ്. എങ്കിൽ കൂടിയും റോഡ് ആക്സസ് ഒരു 800-900 മീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ വേണ്ടി വരും. മാക്സിമം 1 കിലോമീറ്റർ. നമ്മൾ അവിടെ നമുക്ക് സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ സിറ്റ് ഔട്ടിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തൂണുകൾക്കെല്ലാം ടൈലുകൾ, ഡിസൈൻ ഉള്ള ടൈലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മളെ ഈ വീട്ടിൽ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു വലിയ 3 പാളികളുടെ വലിയ 2 ഫ്രഞ്ച് വിൻഡോസ്, ജനാലകൾ നമ്മളെ ഭയങ്കര രീതിയിൽ ഹടാതെ ആകർഷിക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ചിത്രപ്പണി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തേക്കിലാണ് തീർത്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ, അതായത് സിറ്റൗണിൻ്റെ ഈ ഒരു ഭിത്തിയിലെല്ലാം നല്ല മനോഹരമായ ഡിസൈനോട് കൂടിയ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ വാതിലിനെ പറ്റി പറയാം. നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ നൽകിയിട്ടുണ്ട്. തടികളിലെ നല്ല ചിത്രപ്പണികൾ നൽകിയിട്ടുണ്ട്. അപ്പം മയിൽ വെച്ച ഒരു മണിച്ചിത്രത്താഴും ഇവിടെ നൽകിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴുള്ള 2 ഇതുള്ള ഡോറുകളാണ്. കട്ടളയെല്ലാം തേക്കിലാണ് തീർത്തിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട് 5 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 4 ബാത്ത് അറ്റാച്ചഡും 1 ബാത്ത് അറ്റാച്ചഡും അല്ലാത്തതായിട്ടുള്ളതാണ് ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. മിനിമലായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരുപാട് കളർ കോമ്പിനേഷൻസ് കൊണ്ട് നമ്മളെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊന്നും ഇവിടെ ചെയ്തില്ല. നല്ല മനോഹരമായ സീലിംഗ് വർക്കുകൾ തന്നെയാണ്. ആ ഫ്രഞ്ച് വിൻഡോസ് നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നുള്ള ഫ്രഞ്ച് വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. വലിയ വിൻഡോസ് ഇവിടെ നമുക്ക് കാണാം. ഇപ്പുറത്തെ ഭിത്തിയിൽ 3 പാളികളുള്ള ജനാലകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വൈറ്റ് കളർ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ടൈലുകളുടെ ബോർഡറിൽ ബ്ലാക്ക് കളറിൻ്റെ ചെറിയ ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല മനോഹാരിത നൽകുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് അപ്പുറത്തെ ഏരിയയിലേക്ക് ഒറ്റയടിക്ക് ഓപ്പണിംഗ് ഒരു ഏരിയ കൊടുക്കാൻ നല്ലൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ആ പാർട്ടീഷൻ ചെറിയ ചെറിയ സ്പേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് അപ്പുറത്തേക്ക് വിസിബിൾ അല്ലെങ്കിലും കാണാൻ നല്ലൊരു ഡിസൈൻ ഭംഗി നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നല്ലൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട് അവിടെയുമായിട്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു പ്രൈവസി എപ്പോഴും നമുക്ക് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സീലിംഗ് വർക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വലിയ കളറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു ചെറിയ സീലിംഗ് വർക്ക്. ഇവിടെ ഒരു ഷോ കേസ് മാതിരിയോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് തീർത്തേക്കുന്നത്. ഇതിനും ഒരു 2 പാളിയുടെ ഒരു ജനാല ഡൈനിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഏച്ചുകെട്ടുകൾ ഒന്നുമില്ലാത്ത ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പാസേജ് പോലെ ഇവിടെ ഒരു ഇടനാഴി പോലെ കൊടുത്തിട്ട് ഇവിടെയാണ് ആ ഇടനാഴി കയറുമ്പോൾ ചെറിയൊരു കുഴി പോലാണ്. ഇവിടെയാണ് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഏരിയ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിൻ്റെ ഹൃദയമാണ്. ഒരു വീടിൻ്റെ ഹൃദയമെന്നും ആ വീടിൻ്റെ അടുക്കള എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതാണ് അടുക്കള.
അപ്പോൾ അടുക്കളയിൽ ഇവിടെ വെട്ടം ഇത്തിരി കുറവായിരിക്കും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ അവിടെ കണ്ട ടൈലുകളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യത്യസ്ത നിറത്തിലുള്ള ടൈലുകളാണ് ഇവിടെ. നമുക്ക് ഈ ഇതോടെ തുറന്നൊക്കെ നോക്കാം. ഇപ്പം അത്യാവശ്യം വെട്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതെ, ഇവിടെ ബെഞ്ച് ടോപ്പിനെല്ലാം ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഒരു ചെറിയൊരു യു ഷേപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കബോർഡ്സും മറ്റും എല്ലാം മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്നു. അത്യാവശ്യം ഒരു നമ്മൾ ചില വീടുകൾ കാണാം, ഫുള്ള് സ്റ്റോറേജ് സ്പേസുകളായിരിക്കും കൊടുത്തിരുന്നത്, കവർ ചെയ്തങ്ങ് സ്റ്റോറേജ് സ്പേസുകളായിരിക്കും കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുള്ളൂ. അതും ആവശ്യത്തിന് മാത്രമേ സ്റ്റോറേജ് സ്പേസുകളെ നൽകിയിട്ടുള്ളൂ എന്നുള്ളതും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ 3 പാളിയുടെ ഒരു വലിയ ജനാല സിങ്ങിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. അത് മുകളിലും എല്ലാം നല്ല എന്താ പറയുക ഏരിയ സ്പേസ് ഉണ്ട് അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. നമ്മളിതേ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയാണ് വാട്ടർ ടാങ്ക് വരുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വാട്ടർ ടാങ്ക് വരുന്നത്. ആ ഒരു സൈഡിലായിട്ടാണ് സേഫ്റ്റി ടാങ്കും മറ്റും എല്ലാം അപ്പുറത്തെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു അലക്ക് കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പുറമേ ഉള്ളത് നമുക്ക് കാണാൻ. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലാം മെറ്റൽസ് ആണ്, ചെറിയ മെറ്റൽ പീസുകൾ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് നമുക്ക് പോയി ചേരേണ്ടതുള്ളത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകും. ആദ്യത്തെ ബെഡ്റൂം ഇവിടെ താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ദേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. സീലിംഗ് വർക്കുകളുടെ അതിപ്രസരണം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നല്ല വിശാലമായ ബെഡ്റൂമാണ്. നമ്മൾ പുറത്തെ കാർ പോർച്ചിൽ നിന്ന് കാണുന്ന ഫ്രഞ്ച് വിൻഡോ ഈ ബെഡ്റൂമിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഈ ഭിത്തിയിൽ 3 പാളികളുടെ ഒരു ജനാലയും കാണാം. ഇനി നമുക്ക് ഇതാണ് ബാത്റൂം നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഒരുപാട് ചെറുതെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. സെറയുടെ ക്ലോസറ്റ് സെറ്റുകളും മറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എയർ വെന്റിലേഷനുള്ള ചെറിയ പ്രൊവിഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഹീറ്റർ വെക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫൈബർ ഡോറുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്, താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം. അത് ഇവിടെയാണ്. ഇതിനെ ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം ഇവിടെയാണ് കബോർഡ്സും മറ്റു കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർന്ന കബോർഡ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഈ വലിയ റൂമിൻ്റെ ഒരു നല്ലൊരു പോർഷൻ കബോർഡിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ കളർ തീമും ഒരു വെറൈറ്റി കളർ തീമാണ് കൊടുത്തേക്കുന്നത്. മറ്റുള്ള കളർ തീമിൽ നിന്നും ചെറുതായിട്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുമുണ്ട്. ഇനി നമുക്ക് താഴത്തെ നില നമ്മൾ മുഴുവനായും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം. സ്റ്റെയർ കേസ് വൈറ്റ് കളർ സ്റ്റെയർ കേസിൻ്റെ പടികളാണ് നൽകിയിരിക്കുന്നത്, ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഒരു ബ്ലാക്ക് കളർ ടൈലുകൾ വെച്ചൊരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇച്ചിരി പഴയ രീതിയിൽ പഴയ ഡിസൈനിലൊക്കെ തീർത്തിരിക്കുന്ന കൈവരികളാണ് ഉള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ 2 പാളികളുടെ ജനാല നല്ല രീതിയിൽ പ്രകാശത്തെയും അതേപോലെ വായുവിനെയും ഉള്ളിലേക്ക് കടത്തിവിടുന്നു. സ്റ്റെയർ കയറി നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ലോബി ഏരിയയിലേക്കാണ്. ഒരു ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് പറയാം. ഇവിടെയും താഴത്തെ ഡൈനിങ് ഏരിയ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ഷോക്കേസും മാതിരി ഇവിടെ മൾട്ടിവുഡിലും അതേപോലെ ഗ്ലാസ് കൊണ്ട് തീർത്ത ഒരു ഇത് കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്ത ബെഡ്റൂമാണ് നമുക്ക് കാണാം. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്തൊരു വലിയ ബെഡ്റൂമാണ്. 2 ഭിത്തികളിലും ജനാല വരുന്നുണ്ട്. ഒപ്പം തന്നെ പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടെ ഒരു ഷോക്കേസും ഒരു സ്റ്റോറേജ് സ്പേസും എല്ലാം കൂടെ അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കുള്ള സ്ഥാനം. ഇതാണ് ബാൽക്കണിയും അതേപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് പോലെ ഒരു ചെറിയ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈലുകൾ വേറെ ടൈലുകൾ ഉപയോഗിച്ചു, പരുക്കനായുള്ള ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, മഴവെള്ളം വീഴുമ്പോൾ തെന്നാനുള്ള സാധ്യത കൂടുതലുണ്ടായതുകൊണ്ടാവാം ഇവിടെ പരുക്കനായിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇവിടുത്തെ
ആ ഡിസൈൻ നമ്മൾ മേളിൽ നോക്കുന്ന ആ ഡിസൈൻ നമുക്കിവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. താഴെ നമ്മൾ തൂണുകളിൽ കണ്ട അതേ ഡിസൈൻസ് തന്നെയാണ്, ടൈലുകളുടെ അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയും കൈവരികളുടെ ഈ ഒരു പോർഷനിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതും നല്ല ഭംഗി തരുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഇനി 2 ബെഡ്റൂമുകളൂടെ നമുക്കുണ്ട് ഇവിടെ പരിചയപ്പെടാൻ. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. താഴത്തെ പോലെ തന്നെ നല്ല വിശാലമായ വലുതായ നല്ല ഒരു ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. അവിടെയും നല്ല വലിയ 4 പാളികളുടെ ഒരു ജനാലയും 3 പാളികളുടെ ഒരു ജനാലയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. താഴത്തെ ബെഡ്റൂമിൽ കണ്ട അതേപോലെ തന്നെ നല്ല അത്യാവശ്യം വിശാലമായ ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 ബെഡ്റൂമുള്ള ഈ വീട്ടിൽ 4 ബെഡ്റൂം മാത്രമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, ഒരെണ്ണം അല്ലാതെ. ഇതാണ് നമ്മൾ അവസാനം കാണുന്ന ബെഡ്റൂം. താഴത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഇവിടെ ഉള്ളത്, പക്ഷേ ഇവിടെ കബോർഡ്സ് ഒന്നും വെച്ചിട്ടില്ല. ബാത്റൂമിൻ്റെ സ്പേസ് നമുക്ക് നോക്കാം. താഴെ കണ്ട അതേ സ്പേസ് തന്നെയാണ്, താഴത്തെ ആ വലിയ ബാത്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്കുള്ളത്. ആ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് നമുക്ക് പോവാം. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ മറ്റും യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയാണ്. ഇവിടെ അതിനുള്ള ടാപ്പും അതിനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിൽ ഒരു ചെറിയൊരു സ്പേസുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റപ്പ്, ചെറിയൊരു കുഞ്ഞ് സെറ്റപ്പാണ്. അത് എന്താണെന്നുള്ള കാര്യം നമുക്ക് മേളിൽ ചെന്ന് തന്നെ കാണാം. ഒരു GI പൈപ്പ് കൊണ്ടാണ്, നോർമൽ പൈപ്പ് കൊണ്ടാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മുകളിൽ കയറി വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഹൈവേ ഇവിടെ അടുത്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെയാണ് ഹൈവേയിലൂടെ വണ്ടി പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് റൂമുണ്ട്. അത്യാവശ്യം 2 സ്മോളൊക്കെ അടിക്കുന്ന ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വൈകുന്നേരം വന്നിരുന്ന് വേണമെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാം. കുഞ്ഞൊരു സെറ്റപ്പ്. ഇവിടെയും സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട്, കറണ്ടിനുള്ള പ്രൊവിഷനൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. ഇനി മെയിനായിട്ടുള്ള ഘടകം ഈ വീടിൻ്റെ വിലയാണ്. ഈ വീടിൻ്റെ വിലഭാഗം എന്ന് പറഞ്ഞാൽ 69 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. 69 lakhs. അത് നെഗോഷ്യബിളായ പ്രൈസാണ്. ഇപ്പം നേരത്തെ ഹൈവേ അതാണ്, വരാപ്പുഴ പാലമാണ് കാണുന്നത്, അതിന് തൊട്ടടുത്താണ്. പാലം ഇത്ര അടുത്താണെങ്കിൽ കൂടിയും 1 കിലോമീറ്റർ നമ്മൾക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് വീട്ടിലേക്ക് എത്താൻ. ഈ പ്രൈസ് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് എടുക്കുക, വിളിക്കുക, ബാർഗെയിൻ ചെയ്യുക. നെഗോഷ്യബിളാണ് പ്രൈസും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എമൗണ്ട് ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നതാണ്. നിങ്ങളതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെ നമ്മുടെ ചാനലിലെ വീഡിയോസ്, പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എൻ്റെ അടുത്ത് പറയുക. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് പുതിയ രീതിയിൽ അവതരണം എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.